ജീവൻ പോലും മറന്നുകൊണ്ട് സമരമുഖത്തേക്ക് എടുത്തു ചാടാൻ സന്നദ്ധരായിട്ടുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അവർ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് കൈത്താങ്ങാവുക, അവർക്ക് പ്രോത്സാഹനമാവുക, അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് വളർന്നു വരാൻ, ഉയർന്നു വരാനുള്ള അവസരം നൽകുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം. നമ്മുടെ നാളെ യൂത്ത് കോൺഗ്രസിന്റെ നാളെ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരാണ് നാളെ ഈ പ്രദേശത്ത് കോൺഗ്രസിനെ നയിക്കേണ്ടത്. ഒരു സംഘടനയ്ക്കും അതിന്റെ യൂത്ത് വിഭാഗമില്ലാതെ, വിദ്യാർത്ഥി വിഭാഗമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏത് സംഘടനയെ നിങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അതിന്റെ നാടിയും ഞരമ്പും നട്ടെല്ലും എന്ന് പറയുന്നത് അതിന്റെ യുവജന സംഘടനയാണ്. ലോകത്ത് ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളും, എല്ലാ വിമോചന പോരാട്ടങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് ചെറുപ്പക്കാർ തുടങ്ങി വെച്ചതാണ്. ചെറുപ്പക്കാർ കൊളുത്തി വെച്ചത് ഈ രാജ്യത്ത് വലിയ വിമോചന പോരാട്ടങ്ങളായി, വിപ്ലവ മുന്നേറ്റങ്ങളായി എല്ലാ കാലത്തും ആളിപ്പടർന്നതാണ് ഈ നാടിന്റെ ഇന്നലത്തെ ചരിത്രം. അതുകൊണ്ട് ചെറുപ്പക്കാരിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അതിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളെ കെട്ടഴിച്ചു വിടുക എന്നതാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇന്ന് കോൺഗ്രസ് ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ തിരികെ കൊണ്ടുവരാൻ തീർച്ചയായും യൂത്ത് കോൺഗ്രസിന് സാധിക്കും. സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ ഉജ്ജ്വലമായൊരു നേതൃത്വം, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും മനോഹരമായ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് അവർ അധികാരത്തിൽ വന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഒരു വീട്ടിൽ കയറി 18 വയസ്സ് പൂർത്തിയാക്കി ഐഡന്റിറ്റി കാർഡ് സ്വന്തമായുള്ള ഒരാളെ കണ്ട് എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം, അവരുടെ വീഡിയോ ഉൾപ്പെടെ മേടിച്ചുകൊണ്ടാണ്. ചെറിയ ചെറിയ കൃത്രിമമൊക്കെ നടക്കും. പക്ഷേ മുഴുവൻ കൃത്രിമമായി വിജയിച്ചു വരാൻ കഴിയില്ല. എന്തൊക്കെയായാലും വീടുകളുമായി ബന്ധമുള്ള ചെറുപ്പക്കാർക്ക് മാത്രമേ, ആളുകളുമായി ബന്ധമുള്ള ചെറുപ്പക്കാർക്ക് മാത്രമേ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിജയിച്ചു വരാൻ കഴിയൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, നമ്മളൊക്കെ പകച്ചു നിന്ന ഒരു സന്ദർഭത്തിൽ, കേരളത്തിൽ പ്രതിപക്ഷം പോരാ എന്ന് പൊതുസമൂഹം വിലപിച്ച ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉണർവ് നൽകിയത് യൂത്ത് കോൺഗ്രസ് ആണ്. ഈ നവകേരള യാത്ര തിരുവനന്തപുരത്തോട് അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടതാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തുടങ്ങിവെച്ച സമരമാണ് കേരളത്തിൽ വലിയൊരു സമരാഗ്നിയായി കത്തിപ്പടർന്നത്. അങ്ങനെ KSU നടത്തിയ സമരം, KPCC നടത്തിയ സമരം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ ഒരു ഇമേജ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ കമ്മിറ്റിയുടെ തുടക്കം വളരെ വളരെ നന്നായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പുതിയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ, പുതിയ കാലത്തിനനുസരിച്ചുള്ള യുവാക്കളുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാൻ, പുതിയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിയട്ടെ. കേരളത്തിലെ പൊതുസമൂഹം, ചെറുപ്പക്കാർ വലിയ അസംതൃപ്തിയിലാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി തുലാസിലാണ്. ആ ഭാവി, ചെറുപ്പക്കാരുടെ ഭാവിക്ക് വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാത്ത ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ്. 7 വർഷമായി കേരളം ഭരിക്കുക. നമ്മൾ കേരളം ഭരിക്കുമ്പോൾ എത്രയോ വൻകിട വികസന പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി പോലെ, കൊച്ചി മെട്രോ പദ്ധതി പോലെ, കണ്ണൂർ വിമാനത്താവളം പോലെ, വിഴിഞ്ഞം പോർട്ട് പോലെ വൻകിട വികസന പദ്ധതികൾ കേരളത്തിലേക്ക് വരുമ്പോൾ 10,000-കണക്കിന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, ഒരു തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സർവീസിലൂടെ നിയമനം ലഭിക്കുന്നത്. ആ സർക്കാർ സർവീസിൽ നിയമനം ലഭിക്കുന്ന ആ സംവിധാനം പോലും ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതോടെ കേരളത്തിൽ സഖാക്കളും അവരുടെ സിബന്ധികളും സർക്കാർ സർവീസിലേക്ക് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിൻവാതിൽ നിയമനവും, ബന്ധു നിയമനവും, കൺസൾട്ടൻസി നിയമനവും കേരളത്തിൽ ഇന്ന് അരങ്ങ് വാഴുമ്പോൾ കേരളത്തിലെ മത്സര പരീക്ഷകളിൽ വിജയിച്ചു വരുന്ന മിടുക്കരായ ചെറുപ്പക്കാർ ഇന്ന് നോക്കുകുത്തികളായി നോക്കി നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് വരികയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാടിനെ തന്നെ വെറുക്കുന്ന സാഹചര്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചെറുപ്പക്കാർ നമ്മുടെ കുട്ടികളാണ്, പ്രതിഭാശാലികളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരായ, ബുദ്ധി കൊണ്ട് സമർത്ഥരായ ലോകത്തിലെ മിടുക്കരായ ചെറുപ്പക്കാർ, ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകൾ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ പ്രൊഫഷണൽ നമ്മുടെ കുട്ടികളാണ്.
ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ളവർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നഴ്സുമാർ നമ്മുടെ കുട്ടികളാണ്. ഏറ്റവും ഉന്നതമായ വിദ്യാസമ്പന്നരായ ആ ചെറുപ്പക്കാർക്ക് അവരുടെ പ്രതിഭ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ്. പക്ഷേ ആ ഗവൺമെന്റ് അങ്ങനെ പദ്ധതികളൊന്നും മുന്നോട്ട് വെക്കാൻ കഴിയാതെ പരാജയപ്പെടുമ്പോൾ ഈ നാടിനെ വെറുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ബ്രെയിനാണ്, മസ്തിഷ്ക ചോർച്ചയാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായി പോവുകയാണ്. മുരളി തുമാരകുടി എന്ന് പറയുന്ന ഒരു സാമൂഹിക നിരീക്ഷകൻ കേരളത്തിലെ പ്രളയം ഉൾപ്പെടെയുള്ള കേരളം ഏറ്റുവാങ്ങിയ മുഴുവൻ ദുരന്തങ്ങളും കാലേ കൂട്ടി പ്രവചിച്ചിട്ടുള്ള മുരളി തുമാരകുടി പറഞ്ഞത് അടുത്ത 15 വർഷം കഴിയുമ്പോ 20 വർഷം കഴിയുമ്പോ കേരളം ഒരു വൃദ്ധ സദനമായി മാറുമെന്ന് മുരളി തുമാരകുടിയെ പോലെയുള്ള ചിന്തകന്മാർ പറയുകയാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കുവാൻ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, തൊഴിലെടുക്കാൻ കഴിയുന്ന പുതിയ പദ്ധതികളും പരിപാടികളും ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നിരാശ്രയരായി നാട് വിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുക. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ നാടിന് പുതിയ ദിശാബോധം നൽകാൻ പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് തിരികെ വരണം. മറുവശത്ത് നരേന്ദ്രമോദി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ച മണ്ണ്, നമ്മൾ ജീവിച്ച മണ്ണ്, നാളെ നമ്മൾ മരിച്ച് മണ്ണടിയേണ്ടുന്ന ഈ മണ്ണിൽ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും കലാപങ്ങൾ ഉണ്ടായാൽ ഈ രാജ്യം പ്രിയപ്പെട്ടവരെ തകർന്ന് തരിപ്പണമായി മാറും. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വിഭജിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് സ്വൈര ജീവിതവും സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് മതേതരത്വം പുലരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇടവണ്ണ പോലെ, ഊറുങ്ങാട്ടിരി പോലെ നല്ല സംഘടനാപരമായി കോൺഗ്രസിന് ശക്തിയുള്ള ഈ മേഖലയിൽ യൂത്ത് കോൺഗ്രസിന്റെ യുവാക്കളുടെ കരുത്തും ചേതനയും യുവത്വവും ഒക്കെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രിയപ്പെട്ട ഇർഷാദിന് സാധിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നിങ്ങൾ നൽകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ ഷിബിലിന്, അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക്, സഹപ്രവർത്തകർക്ക്, കഴിഞ്ഞ കാലത്തെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും നല്ല ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് പുതിയ മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ മനോഹരമായ അധികാര കൈമാറ്റ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിലാപയാത്ര അല്ലെങ്കിൽ ആ നവ കേരള യാത്രയെ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു. ആ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ ആ പോലീസ് അകമ്പടി വാഹനം അദ്ദേഹത്തെ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ആ 29 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരന്റെ കാൽപാദത്തിലൂടെ ആ വാഹനം കയറി ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ കാൽപാദം തൂങ്ങി മുറിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിൽ നിന്നെല്ലാം ശാസ്ത്രക്രിയയിലൂടെ മോചിതനായി അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുമ്പോൾ തന്നെ വലിയതായ സമര പോരാട്ടത്തിന് ഇറങ്ങിയ കമ്മിറ്റിയാണ്. സമീപകാലത്തെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ തിരുവനന്തപുരത്തെ നഗരത്തെ, തലസ്ഥാന നഗരിയെ വലിയതായ അഴിച്ചുവിട്ട ആ പോലീസ് നായാട്ടിനെതിരെ വലിയതായ സമരവേലിയേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നമുക്ക് കഴിഞ്ഞു. എന്നോടൊപ്പം ഒരുപാട് ഈ വേദിയിലിരിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മൾ ആ സമരത്തിൽ പങ്കെടുത്തവരാണ്. കഴിഞ്ഞ 10-20 വർഷത്തെ കേരളത്തിന്റെ മണ്ണ്, കേരളത്തിന്റെ ജനസമൂഹം കാണാത്ത തരത്തിലുള്ള വലിയതായ ഒരു സമരം നീണ്ട 4.5 മണിക്കൂർ നമ്മളെ തിരുവനന്തപുരത്തെ നഗരത്തിൽ തെരുവിൽ പിണറായി വിജയന്റെ പോലീസിനോട് ഏറ്റുമുട്ടി എന്നുള്ളതാണ്. പിണറായി വിജയന്റെ പോലീസ് ആ സമയത്ത് സമരസജ്ജമായ ആ നമ്മുടെ സമര ഭടന്മാരെ കയറ്റി പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയപ്പോൾ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആ വാഹനത്തിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ഇറക്കിയാൽ മാത്രമേ പോലീസിന്റെ വാഹനം
ഒരുപടി മുന്നോട്ട് നീങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ സമര ഭടന്മാരെ ഇറക്കിയ ചരിത്രമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യൂത്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ മുന്നോട്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു 2 ഗവൺമെന്റുകൾക്കെതിരെ വലിയ സമരങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ദുഷ്പ്രചരണങ്ങൾ നടത്തി വിഭജിക്കാൻ നോക്കുന്ന മോദി ഷാ കൂട്ടുകെട്ടിനെതിരെ വലിയതായ സംഘപരിവാർ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരെ വലിയതായ സമരങ്ങൾ നമുക്ക് അഴിച്ചുവിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭരണത്തെ കെടുകാര്യസ്ഥതയിലൂടെ വലിയ അഴിമതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തികച്ചും ഏകാധിപത്യ ശൈലിയിലൂടെ കേരളത്തിന്റെ ഭരണം കൈയാളുന്ന ശ്രീ പിണറായി വിജയന്റെ ആ സംസ്ഥാന ഗവൺമെന്റിനെതിരെ വലിയതായ സമരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വലിയതായ 2 ഗവൺമെന്റുകൾക്കെതിരെ സമരസജ്ജമായ ഒരു സംഘടനയായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെ മാറ്റുന്നതിനോടൊപ്പം ഒരു സഹവർത്തനത്തിന്റെ മുഖമുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആക്കി നമ്മുടെ സംഘടനയെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. കാരുണ്യത്തിന്റെ കയ്യൊപ്പുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ആക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. സർഗാത്മക മുഖമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ആക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ആക്കി മാറ്റേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ഇർഷാദിന്റെ നേതൃത്വത്തിൽ ഈ ഏറനാടിലെ 7 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് എവിടെയാണോ യൂത്ത് കോൺഗ്രസ് മോശമായിരിക്കുന്നത് അവിടെയെല്ലാം പുതിയ കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് മുന്നോട്ട് വരണം. ദിവസവും ഉറങ്ങാതെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാർ, നമ്മുടെ ജില്ലാ ഭാരവാഹികൾ, നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് എഴുതി തയ്യാറാക്കി രൂപം നൽകേണ്ടതുണ്ട്. ഏത് മേഖലയിലാണോ നമ്മൾ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് അവിടേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നോട്ട് പാഡും പേനയുമായി സഞ്ചരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എഴുതി തയ്യാറാക്കി രൂപം നൽകുന്ന യൂത്ത് കോൺഗ്രസ് ആക്കി മാറ്റാൻ കഴിയണം. വിഷയാധിഷ്ഠിതമായി സംസാരിക്കാൻ കഴിയുന്ന ഏത് വിഷയത്തിൽ പോയാലും അതിലെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന, അഭിപ്രായം പറയാൻ കഴിയുന്ന, നിലപാട് പറയാൻ കഴിയുന്ന, വായന കഴിവുള്ള വ്യത്യസ്തമായ നമ്മുടെ ഇന്ത്യയുടെ പൈതൃകവും ചരിത്രവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും ബാലഗംഗാധര തിലകനെയും ഗോപാലകൃഷ്ണ ഗോഖലെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും എല്ലാം മൗലാന ആസാദിനെയും എല്ലാം അറിയുന്ന വായിക്കുന്ന ചെറുപ്പക്കാരായി യൂത്ത് കോൺഗ്രസിനെ നമുക്ക് മാറ്റണം. അതുവഴി നിഷ്പക്ഷമായി നിൽക്കുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള പ്രവർത്തകരെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയണം. വലിയതായ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുന്നേ അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2 ദിവസം മുന്നെയാണ് കോട്ടക്കിലെ പല്ലം റിസോർട്ടിൽ വെച്ച് 4 മണിക്ക് തുടങ്ങി രാത്രി 11 മണി വരെ നീണ്ട ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവിന് രൂപം നൽകിയത്. വ്യത്യസ്തമായ രീതിയിൽ ഗൗരവമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നൽകാൻ, വ്യത്യസ്തമായ രീതിയിൽ താഴെ തട്ട് ബൂത്ത് തലത്തിൽ വോട്ട് ചേർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ, കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ആ എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തു. നമുക്കറിയാം, പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിനുള്ള ജനസമൂഹത്തിന്റെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ മറയാതെ മങ്ങാതെ ഇന്നും നിലകൊള്ളുന്ന, ഓർത്തെടുക്കാൻ കഴിയുന്ന, മറവിക്ക് പോലും സ്ഥാനം കൊടുക്കാത്ത ഒരു ജനസമ്പർക്ക പരിപാടി ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ, അമ്മമാരുടെ, പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിലുണ്ട്. ആര് നടത്തിയതാ? മുൻ മുഖ്യമന്ത്രിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിലെ എക്കാലത്തെയും ജനകീയനായ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഭരണാധികാരി നടത്തിയ ഒരു ജനസമ്പർക്ക പരിപാടി. ഐക്യരാഷ്ട്രസഭ പോലും അവാർഡ് നൽകി ആശംസ നൽകിയ, അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിച്ച ഒരു ജനസമ്പർക്ക പരിപാടി കേരളത്തിന്റെ സമൂഹത്തിന്റെ മനസ്സിലുണ്ട്. എങ്ങനെയായിരുന്നു ആ ജനസമ്പർക്ക പരിപാടി? ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ നിന്ന് അവരുടെ വേദന തന്റെ വേദനയായി ഹൃദയത്തിലേക്ക് വാങ്ങി, അവരുടെ കയ്യിൽ നിന്നും തന്റെ കയ്യിലേക്ക് നേരിട്ട് ഒരു മുഖ്യമന്ത്രി നിവേദനം വാങ്ങിയ ഒരു ജനസമ്പർക്ക പരിപാടി. ആ ജനസമ്പർക്ക പരിപാടി നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. താഴേക്ക് തളർന്ന, കൈകാലുകളില്ലാത്ത ആളുകൾ, ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലുള്ള ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ആംബുലൻസിലും വാഹനത്തിലും ആ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന മൈതാനത്തിന്റെ അരികിലേക്ക് വന്നപ്പോൾ ആ മുഴുവൻ ആളുകളെ കാണുന്നതിനിടയിലെയും ആ ആംബുലൻസിലേക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ പൊള്ളുന്ന പേറുന്ന പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് തൊട്ടരികിൽ നിൽക്കുന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്തേക്ക് നോക്കി തന്റെ പോക്കറ്റിൽ നിന്നും പേനയെടുത്ത് അതിന് പരിഹാരം അതേ സമയം ആ നിവേദനം വാങ്ങുന്ന അതേ സമയം അതിന് പരിഹാരം കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു. ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിലെ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. ഒരു കോൺഗ്രസിന്റെ
കോൺഗ്രസിന്റെ ശക്തമായ ആര്യന്തൊടിക വാർഡിലെ കോൺഗ്രസിന്റെ ബൂത്തിലെ പ്രസിഡന്റായി ഏറെക്കാലം ചുമതല നിർവഹിച്ച് ഇപ്പോഴാണ് അത് മാറിക്കൊണ്ട് അതിന് നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാൾ കൂടിയാണ്. പ്രിയപ്പെട്ട എൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ഷിമില്, ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം പറഞ്ഞ എൻ്റെ സുഹൃത്തും കഴിഞ്ഞ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ സനൂപ്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത DCCയുടെ അമരക്കാരൻ അഡ്വക്കേറ്റ് VS ജോയ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ, സംസ്ഥാന ഭാരവാഹികളായ അനീഷ് കരളായി, ഉമറലി കരേക്കാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് കമ്പാലങ്ങാടി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിതീഷ്, സംസ്ഥാന സെക്രട്ടറിമാരായ സഫീർ ചാൻ പാണ്ടിക്കാട്, ഷിബിൻലാൽ അരീക്കോട്, ജില്ലാ സെക്രട്ടറി ലന ബർജ, കാലയളവുമായി മുന്നോട്ട് പോയപ്പോൾ കോഴിക്കോട് KMCT പോളിടെക്നിക് കോളേജിൽ യൂണിറ്റ് KSUവിന്റെ പ്രസിഡന്റായി, അതിനുശേഷം എടവണ്ണ മണ്ഡലം KSUവിന്റെ സെക്രട്ടറിയായി, അതിനുശേഷം ഈ പാർട്ടി വീണ്ടും അവസരം തന്നു. ഇന്നത്തെ DCCയുടെ പ്രസിഡന്റ് ശ്രീ ജോയ് ഏട്ടൻ സംസ്ഥാന KSUവിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ആ കമ്മിറ്റിയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റായി നിയമിച്ചു. അതിനുശേഷം നിലവിൽ വന്ന KSU യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ സെക്രട്ടറിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി അതിലും വലിയൊരു ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നത്. എൻ്റെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എടവണ്ണ പഞ്ചായത്തിലെ ചെറിയൊരു പ്രദേശം, ആര്യന്തൊടിക പ്രദേശം, ഞാൻ ഇന്നും അഭിമാനത്തോടെ കൂടി പറയുന്നു, പാർട്ടി ഏൽപ്പിച്ചതിൽ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയതും എനിക്ക് സന്തോഷം ഉളവാക്കിയതുമായ സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഊന്നി തന്നെ പറയും ആര്യന്തൊടിക കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമാണ് എന്ന്. കാരണം എനിക്ക് ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ എൻ്റെ ഭാരവാഹികളും എൻ്റെ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് എനിക്ക് എൻ്റെ നാട്ടിൽ കോൺഗ്രസിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. പല കാര്യങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് പല അവസരങ്ങളും ചെയ്തു തന്നു. ഈ പാർട്ടിക്ക് തിരിച്ച് ചെയ്തു കൊടുക്കാൻ എനിക്ക് എത്രമാത്രം സാധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പ് തരുന്നു, ഏറനാട് അസംബ്ലിക്കകത്ത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ എളിയവൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ പറയുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിന്റെ യുവജന സംഘടനയെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകും. 7 മണ്ഡലം കമ്മിറ്റികളെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകും. അതിന് ഒരാളെയും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്താതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് പ്രതിസന്ധിയുടെ കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടി ഒറ്റക്കെട്ടായേ മതിയാവൂ. ഈ പാർട്ടി തിരിച്ചു വരണം പ്രിയമുള്ളവരെ. അത് തിരിച്ചു വരാൻ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നമ്മൾക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞാൻ വീണ്ടും അടിവരട്ടെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം പാർട്ടിയിലെ ഉള്ളിലെ ഓരോ പ്രശ്നങ്ങളും മറ്റും, അതിനൊന്നും ഇടവരുത്താതെ പാർട്ടി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീണ്ടും അഭിമാനത്തോടു കൂടി പറയുകയാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. കാരണം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നവരെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. ഒരു ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെല്ലാം ഇടവരുത്താതെ ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങളും പ്രിയമുള്ളവരെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ ഈ വേദിയിൽ എൻ്റെ വൈസ് പ്രസിഡന്റായി ജയിച്ച പ്രിയപ്പെട്ട മനീഷ് ഉൾപ്പെടെ, അഫ്സില കടവത്ത് ഉൾപ്പെടെയുള്ള ഭാരവാഹികളുണ്ട്.
അതുപോലെ തന്നെ ഗിരിശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി ഏറനാടിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നാളുകളിൽ എഴുതി വെക്കണം, അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് എഴുതി വെക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാം. നാളുകളിൽ ഈ പ്രസ്ഥാനം ഈ ഏറനാട്ടിൽ നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. പലതും പറയാനുണ്ട്, കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഒക്കെ നേതാവും പ്രിയപ്പെട്ട DCCയുടെ ജനറൽ സെക്രട്ടറിയുമായ അജീഷ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. KSUവിൻ്റെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ഏറെ പ്രഗത്ഭരായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ നേതൃവൃന്ദം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ DC മണ്ഡലം ഭാരവാഹികളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ യുവജന പ്രസ്ഥാനമായി മാറിക്കൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും പരിപാടികൾക്കും ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കും ശക്തമായ ഒരു നേതൃനിരയായി മാറാൻ വരുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കഴിയട്ടെ. അതിനായി ഇന്ന് ചാർജ് എടുക്കുന്ന ഇർഷാദ് എന്നിടയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ 3 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ശ്രീ ബില്ലിനുള്ള എല്ലാവിധ ആശംസകളും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് വളരെ വിനയസ്വരത്തിൽ ഒരു കാര്യം മാത്രമാണ് അപേക്ഷിക്കാറുള്ളത്. നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിച്ചു പോയാൽ മതേതരത്വം നശിക്കും, ജനാധിപത്യം നശിക്കും. പിന്നെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ ഗതികേട് എന്ത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ വെച്ച് സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തണം. ഞാനൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ 6 വർഷം ജില്ലാ പ്രസിഡന്റായിരുന്നു. ഞാൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായപ്പോൾ, G. കാർത്തികേയൻ സംസ്ഥാന പ്രസിഡന്റായപ്പോൾ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഞാനാണ്. അന്ന് ഞങ്ങളൊക്കെ നടത്തിയിരുന്നത് സംഘടനാ പ്രവർത്തനം, ജില്ലാ ക്യാമ്പുകൾ, ജില്ലാ റാലികൾ, ജില്ലാ കൺവെൻഷനുകൾ. അധികാരം ഏറ്റെടുത്ത് നാളെ ഈ പാർട്ടി വളർത്തുവാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വത്തിനോട് അന്വേഷിച്ചുകൊണ്ട് എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു 1-ാം നമ്പർ പ്രസ്ഥാനമായി മാറ്റുവാൻ വേണ്ടി എൻ്റെ പഞ്ചായത്തിനെ പോലെ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. ഇടവണ്ണ അതുപോലെ കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്ന് എന്ന് ഞാൻ ഇവിടെ അറിയിപ്പില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കണമെന്ന് വളരെ വിജയസനത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഒരു പഴയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇവിടെ ചാർജ് എടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇർഷാദ് ചുമതല ഏറ്റെടുത്ത് നാളുകളിൽ ഈ നിയോജകമണ്ഡലത്തിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കൂടിയിട്ടുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തികഞ്ഞ പിന്തുണ ഇർഷാദിന് നൽകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലം യൂത്ത് കോൺഗ്രസിനകത്ത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലയ്ക്കകത്ത് സമരങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന സമയത്തെല്ലാം ഈ ഏറനാടിനോട് ഒരു വളരെ സ്നേഹബന്ധം ഏറെ കൂടുതലുള്ളൊരു നിയോജകമണ്ഡലമാണ് ഏറനാട് നിയോജകമണ്ഡലം. കഴിഞ്ഞ കമ്മിറ്റിക്കകത്ത് 4 വൈസ് പ്രസിഡന്റുമാർ ഈ ഏറനാട് നിയോജകമണ്ഡലത്തിനകത്താണ്. അനു മൈത്രിയും, അഷ്റഫ് കുൽമണി, ശ്രീപ്രിയും, അതുപോലെ തന്നെ സൈഫുദ്ദീൻ കണ്ണനാൻ ഉൾപ്പെടെയുള്ള 4 ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഒരു നീണ്ട നിര യൂത്ത് കോൺഗ്രസിന് നൽകിയ, ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ ഒരു അസംബ്ലിയാണ് ഏറനാട് അസംബ്ലി. ആ വളരെ
ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവരുടെ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ്. സാന്ദർഭികമായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ പ്രിയങ്കരനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ഷിമിൽ, പുതുതായി ചാർജ് എടുത്ത പ്രിയപ്പെട്ട ഇർഷാദ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവറുകൾ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, സമയം ഒരുപാട് വൈകിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ പോകാമായിരുന്നു എന്നുള്ള ചിന്തയിലാണ് പലരും ഇരിക്കുന്നത് എന്നറിയാം. പക്ഷേ ഏറനാട് ഈ പ്രദേശത്ത് വരുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറനാടിൽ നിന്നുമുള്ള ഒരു ചിത്രം, കുറ്റവിചാരണ സദസ്സുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വന്നിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴും അതേ അഭിമാന ബോധമാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പുരുഷന്മാരായ പ്രവർത്തകരെ പോലെ തന്നെ പ്രിയപ്പെട്ട വനിതാ പ്രവർത്തകരായ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, അമ്മമാർ ഒക്കെ ഇവിടെ ഇത്രയും വൈകിയ സമയത്തും ഇരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ കോട്ടക്കൽ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്ന എനിക്ക് വലിയ അത്ഭുതമായി തോന്നുകയാണ്. വൈകുന്നേരങ്ങളിലൊന്നും ഞങ്ങളുടെ ഭാഗത്ത് ഇതുപോലെ വിളിച്ചാൽ ഇതുപോലെ അഭിമാനത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വികാരം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വന്നിരിക്കാൻ പറ്റിയ ആളുകൾ തന്നെ ഇല്ല.